ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. UDF-നെയും കോൺഗ്രസിനെയും സുനിൽ കനകോലുവിന് പണയം വെച്ചിരിക്കുകയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ദൈവങ്ങളെല്ലാം LDF-ന്റെ ഭാഗത്താണെന്നും ബിനോയ് വിശ്വം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി മറുപടി പറഞ്ഞതോടുകൂടി പ്രതിപക്ഷത്തിന്റെ എല്ലാ ആരോപണങ്ങളും വീണുടഞ്ഞിരിക്കുകയാണെന്ന് മന്ത്രി MB രാജേഷ്. മയക്കുമരുന്ന് മാഫിയയെ ഉരുക്കുമുഷ്ടി കൊണ്ട് അടിച്ചമർത്തുമെന്നും മന്ത്രി. BJP ദേശീയ അധ്യക്ഷൻ നാളെ തൃശൂരിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക അടുത്ത ആഴ്ചയെന്ന സൂചന. അഴീക്കോട് മുനക്കൽ ബീച്ചിൽ നിന്നും പ്രദർശന സാമഗ്രികളുമായി പോയ ലോറികൾ തട്ടി വൈദ്യുതി വിതരണം തകരാറിലായി. മുനക്കൽ ബീച്ച് ഫെസ്റ്റിൽ പ്രദർശനത്തിനുണ്ടായിരുന്ന അക്വാ ഷോയുടെ സാധനങ്ങൾ കൊണ്ടുപോയ ലോറികൾ തട്ടിയാണ് വൈദ്യുതി കേബിളുകൾ പൊട്ടിയത്. ജില്ലാ കേരളോത്സവത്തിന് തുടക്കമായി 4 ദിവസങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് 1500-ലധികം മത്സരാർത്ഥികൾ. വാഴക്കോട് പൂട്ടിക്കിടന്നിരുന്ന ക്വാറിയിലെ ഷെഡുകളും ജലനിധി പൈപ്പുകളുടെ ശേഖരങ്ങളും നശിച്ചു. അമലയിൽ കഫേയിൽ തീപിടുത്തം. വാർത്തകൾ വിശദമായി. UDF-നെയും കോൺഗ്രസിനെയും സുനിൽ കനകോലുവിന് പണയം വെച്ചിരിക്കുകയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സതീശന്റെ യാത്രയുടെ ഉപജ്ഞാതാവ് കനകോലുവാണ്. ദൈവങ്ങളും സത്യവും ധർമ്മവും നീതിയും LDF-നൊപ്പമാണ്. ഇത്രയും പാരമ്പര്യമുള്ള കോൺഗ്രസിന് പണം നൽകി ഉപദേഷ്ടാക്കളെ നിയോഗിക്കേണ്ട അവസ്ഥയാണ്. വേറൊരാൾ പണം കൊടുത്താൽ ഈ ഉപദേഷ്ടാവ് അങ്ങോട്ടു പോകും. പുതുയുഗ യാത്രയുടെ പേര് പോലും കനകോലുവാണ് നിർദ്ദേശിച്ചിട്ടുള്ളതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. സംസ്ഥാനത്തെ പൂർണ്ണമായും അവഗണിച്ച കേന്ദ്ര ബജറ്റിനെതിരായ പ്രമേയം നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ പ്രതിപക്ഷം ഇറങ്ങിപ്പോയതിനെ വിമർശിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. UDF BJP കൂട്ടുകെട്ടിന്റെ തെളിവാണിതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. LDF നേതൃത്വത്തിൽ ബിനോയ് വിശ്വം നയിക്കുന്ന തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് നൽകിയ പുതുക്കാട് സ്വീകരണ ചടങ്ങിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. വിശ്വാസം വിറ്റ് കാശാക്കാനും വിശ്വാസം പറഞ്ഞ് വോട്ട് പിടിക്കാനും LDF ഇല്ലെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. ജാഥ മാനേജർ M സ്വരാജ്, ജാഥ അംഗങ്ങളായ CS സുജാത, P വസന്തം, BT ജോസഫ്, KV ബാലസുബ്രഹ്മണ്യൻ, PK രാജൻ, യൂജിൻ മൊറേലി, ഉടമലക്കൽ വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. നിങ്ങളേവരും മനസ്സിൽ കത്തുവച്ചിരിക്കുന്ന സ്നേഹം പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ്, കൂടെ അറിയിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ വഴി LDF ആണെന്നും LDF ആണ് നാളെയും അറിയിക്കേണ്ടതെന്നും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി മറുപടി പറഞ്ഞതോടുകൂടി പ്രതിപക്ഷത്തിന്റെ എല്ലാ ആരോപണങ്ങളും വീണുടഞ്ഞിരിക്കുകയാണെന്ന് മന്ത്രി MB രാജേഷ്. രാമനിലയത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാറപ്പുറത്ത് ചില്ലുപാത്രം വീണുടഞ്ഞ പോലെയാണ് പ്രതിപക്ഷം. ജനങ്ങളുടെ വിശ്വാസം ഭരണപക്ഷം ആർജിച്ചതുകൊണ്ടാണ് ഒരു അവിശ്വാസം പോലും പ്രതിപക്ഷത്തിന് കൊണ്ടുവരാനാകാഞ്ഞത്. ഒരു തട്ടിക്കൂട്ട് കുറ്റപത്രം സമർപ്പിച്ച് പ്രതികൾ വിചാരണയിൽ രക്ഷപ്പെട്ടു പോകട്ടെ എന്നതാണോ പ്രതിപക്ഷത്തിന്റെ ഉദ്ദേശമെന്ന് മന്ത്രി ചോദിച്ചു. സർക്കാരിനെതിരെ ഒന്നും അവർക്ക് മറ്റൊന്നും പറയാനില്ല എന്നതിന് സമ്മതിക്കുന്നത് കൂടിയാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അസംബ്ലി പറഞ്ഞു, 5 വർഷം പിന്നിട്ടപ്പോൾ ഒരു അവിശ്വാസ പ്രമേയം പോലും കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിനായില്ല എന്ന് പറഞ്ഞാൽ അവിശ്വാസം രേഖപ്പെടുത്താവുന്ന എന്തെങ്കിലും ഒന്ന് അവതരിപ്പിക്കാനില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ. ഇപ്പോൾ പ്രതിപക്ഷത്തിന് പോലും അവിശ്വാസം രേഖപ്പെടുത്താൻ കഴിയാത്ത ഒരു സർക്കാരാണ് ഈ സർക്കാർ എന്നാണ് കാണിക്കുന്നത്. ജനങ്ങളുടെ വിശ്വാസം അത്രയും ഞങ്ങൾ ആർജിച്ചു എന്നതുകൊണ്ടാണല്ലോ ഒരു അവിശ്വാസ പ്രമേയം പേരിനെങ്കിലും കൊണ്ടുവരാൻ അവർക്ക് കഴിയാതിരുന്നത്.
ഏത് നിയമസഭയിലാണ് വിശ്വാസ പ്രമേയം ഇല്ലാതിരുന്നിട്ടുള്ളത്? അപ്പോൾ ശബരിമല സംബന്ധിച്ചുയർത്തിയ എല്ലാ ആരോപണങ്ങൾക്കും ദേവസ്വം ബെഞ്ച് മറുപടി പറഞ്ഞു. മാധ്യമങ്ങൾ ചിലരത് മുക്കിയിട്ടുണ്ട്. തങ്ങൾക്ക് ആവശ്യമുള്ളത് സിംഗിൾ ബെഞ്ച്, ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത സിംഗിൾ ബെഞ്ച് എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തന്നെ പറഞ്ഞു. അവർ പറഞ്ഞത് 1-ാം പേജിലും ഡിവിഷൻ ബെഞ്ച്, ദേവസ്വം ബെഞ്ച്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ദേവസ്വം ബെഞ്ച് പറഞ്ഞത് എന്താ? കൃത്യമായിട്ടാണ് അന്വേഷണം, കുറ്റമറ്റ അന്വേഷണമാണ്, പൂർണ്ണ വിശ്വാസം അന്വേഷണത്തിലുണ്ട്. ഞങ്ങളുടെ മുൻഗണന അവർക്ക് ജാമ്യം കിട്ടുമോ കിട്ടില്ല എന്നുള്ളതിലല്ല, അവർ ശിക്ഷിക്കപ്പെടുമോ എന്നതിലാണ്. മയക്കുമരുന്ന് മാഫിയയെ ഉരുക്കുമുഷ്ടി കൊണ്ട് അടിച്ചമർത്തുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ്. തൃശൂരിലെ സംസ്ഥാന എക്സൈസ് അക്കാദമി എക്സൈസ് ആൻഡ് നാർക്കോട്ടിക് കൺട്രോൾ ട്രെയിനിംഗ് അക്കാദമിയായി ഉയർത്തുമെന്നും സംസ്ഥാന തലത്തിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തുടങ്ങുമെന്നും മന്ത്രി പറഞ്ഞു. തൃശൂർ പൂത്തോളിലെ സംസ്ഥാന എക്സൈസ് അക്കാദമിയിൽ എക്സൈസ് ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മയക്കുമരുന്ന് മാഫിയയെ ഉരുക്കുമുഷ്ടി കൊണ്ട് അടിച്ചമർത്തുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. അക്ഷരാർത്ഥത്തിൽ എക്സൈസിനും പോലീസിനും ഉരുക്കുമുഷ്ടി കൊണ്ട് തന്നെ അവരെ അടിച്ചമർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് അഭിമാനകരമായ കാര്യമാണ്. ഏറ്റവും ഉയർന്ന ശിക്ഷാ നിരക്കുള്ള സംസ്ഥാനമായിട്ടും കേരളം മാറി. 2016 മുതൽ 26 വരെയുള്ള 10 വർഷത്തെ ശരാശരി എടുത്താൽ ശിക്ഷാ നിരക്ക് 96.37%. മയക്കുമരുന്ന് വെല്ലുവിളിയെ നേരിടാൻ പ്രത്യേകമായ പ്രൊഫഷണലായ ഒരു സംവിധാനം ഉണ്ടാവണം എക്സൈസിനകത്ത് എന്ന് സർക്കാർ കാണുന്നു. എക്സൈസിനെ നവീകരിക്കുകയും എക്സൈസിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ മറ്റൊരിടത്തുമില്ലാത്ത തരത്തിൽ കേരളത്തിലെ എക്സൈസിൽ നടക്കുകയാണ്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിലും ശിക്ഷാനിരക്കിന്റെ കാര്യത്തിലും കേരളമാണ് ഏറ്റവും മുന്നിൽ. ഈ സർക്കാരിന്റെ കാലത്താണ് എക്സൈസിൽ ക്രൈംബ്രാഞ്ച് രൂപീകരിച്ചത്. ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ച ഗൗരവമുള്ള 16 കേസുകളിൽ 14 കേസുകളും അന്വേഷണ മികവ് കൊണ്ട് ശിക്ഷിക്കപ്പെട്ടു. എന്നിട്ടും കേരളത്തിന്റെ എക്സൈസിനെയും പോലീസിനെയും ഇകഴ്ത്താൻ ശ്രമം നടക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളമില്ല. പക്ഷേ കേരളം മയക്കുമരുന്നിന്റെ തലസ്ഥാനമാണെന്ന് ദുരുദ്ദേശത്തോടെയുള്ള തെറ്റായ പ്രചാരണം നടക്കുകയാണ്. ഇത് എക്സൈസ് സേനാംഗങ്ങളുടെ ആത്മവീര്യം കെടുത്തുന്നതും കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്നതുമാണെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. മയക്കുമരുന്നിനെതിരെ കൂടുതൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി തൃശൂരിലെ എക്സൈസ് അക്കാദമിയെ എക്സൈസ് ആൻഡ് നാർക്കോട്ടിക് കൺട്രോൾ ട്രെയിനിംഗ് അക്കാദമിയായി ഉയർത്തുമെന്നും അതോടൊപ്പം ഒരു നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ സംസ്ഥാന തലത്തിൽ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 16 എക്സൈസ് ഇൻസ്പെക്ടർമാരും 71 സിവിൽ എക്സൈസ് ഓഫീസർമാരും 47 വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരുമാണ് കടുത്ത പരിശീലന കാലത്തിന് ശേഷമുള്ള പാസിംഗ് ഔട്ട് പരേഡിലൂടെ സേനയുടെ ഭാഗമായത്. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, എക്സൈസ് കമ്മീഷണർ MR അജിത് കുമാർ, എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ നാളെ തൃശൂരിൽ. ചുമതലയേറ്റ ശേഷം ആദ്യമായാണ് നിതിൻ നബിൻ കേരളത്തിലെത്തുന്നത്. നാളെ രാവിലെ പുഴയ്ക്കലിൽ പൌരപ്രമുഖരുമായി കേന്ദ്ര ബജറ്റ് സംബന്ധിച്ച് ചർച്ച നടത്തും. തുടർന്ന് BJPയുടെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തും. നാളെ രാവിലെ തൃശൂരിലെത്തുന്ന നിതിൻ നബിൻ പാർട്ടി പ്രവർത്തകർക്കൊപ്പം ചുവരെഴുത്ത് പ്രവർത്തനങ്ങളിലും പങ്കാളിയാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം നേരത്തെ പൂർത്തിയാക്കാൻ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ ഇതുമായി ബന്ധപ്പെട്ട സുപ്രധാന യോഗത്തിൽ പങ്കെടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട നിലപാടുകളിൽ ചർച്ചയിൽ തീരുമാനമെടുക്കും. തൃശൂർ ജില്ലയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നിതിൻ നബിൻ നാളെ തുടക്കമിടും. അഴീക്കോട് മുനക്കൽ ബീച്ചിൽ നിന്നും പ്രദർശന സാമഗ്രികളുമായി പോയ ലോറികൾ തട്ടി വൈദ്യുതി വിതരണം തകരാറിലായി. മുനക്കൽ ബീച്ച് ഫെസ്റ്റിൽ പ്രദർശനത്തിനുണ്ടായിരുന്ന അക്വാഷോയുടെ സാധനങ്ങൾ കൊണ്ടുപോയ ലോറികൾ തട്ടിയാണ് വൈദ്യുതി കേബിളുകൾ പൊട്ടിയത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ശബ്ദം കേട്ടുണർന്ന നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് KSEB ജീവനക്കാർ എത്തി വൈദ്യുതി വിച്ഛേദിച്ചതിനാൽ വൻ അപകടം ഒഴിവായി. സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് ഏറെ നേരം വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. കഴിഞ്ഞ വർഷം മുനക്കൽ ബീച്ച് ഫെസ്റ്റ് കഴിഞ്ഞ് പ്രദർശന സാമഗ്രികളുമായി പോയ ലോറി വൈദ്യുതി ലൈനിൽ തട്ടി തീപിടുത്തമുണ്ടായിരുന്നു. ഞാൻ രാവിലെ ഒരു 3:30 ആയപ്പോഴാണ് ഇത് പൊട്ടിത്തെറിക്കുന്ന വെച്ചേട്ടാ, ലൈൻ കമ്പി പൊട്ടിത്തെറിക്കുന്ന വെച്ചേട്ടാ. അപ്പോൾ വന്ന് നോക്കിയപ്പോൾ നിറയെ പൊക്കമുള്ള ലോറികൾ ബീച്ച് ഫെസ്റ്റിവലിന് വന്നിട്ട് ഈ സാധനങ്ങൾ കൊണ്ട് പോകുകയാണ്.
അപ്പോൾ നിറയെ തമിഴന്മാരാണ്, അവർ പറഞ്ഞിട്ട് മനസ്സിലാവണില്ല. അങ്ങനെ ഈ സാധനം ലൈൻ പൊട്ടി വീണ്, 2 കമ്പി പൊട്ടി വീണ്. ആ സമയത്ത് നമ്മളെ മത്സ്യത്തൊഴിലാളികളൊക്കെ യാത്ര ചെയ്യുന്ന സമയമാണ്. റോട്ടിൽ മൊബൈലിൻ്റെ ടോർച്ച് അടിച്ച് നിന്ന് അവരെ തടഞ്ഞ് പൊട്ടി വീണിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാനാണ് ആദ്യം ഏരിയാട് ഇലക്ട്രിസിറ്റി ബോർഡിൽ വിളിച്ചു പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വന്നു വിട്ടാ, ഫോൺ എടുക്കുകയും ചെയ്ത്. ലാൻഡ് ലൈനിലെ നമ്പറായിരുന്നു, നെറ്റിൽ നിന്ന് എടുത്ത നമ്പറാണ്. കറക്റ്റായിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ആൾ വന്ന് ഓഫ് ചെയ്ത്. അല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇതെല്ലാ വർഷവും അത് ബീച്ച് ഫെസ്റ്റിവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഇതിൻ്റെ സേഫ്റ്റി പരിശോധിക്കുന്നില്ല. ഇതെങ്ങനെ കൊണ്ടുപോകണം, അതാണ് സംഭവം. തൃശൂർ ജില്ലാ കേരളോത്സവത്തിന് കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ ഗ്രൌണ്ടിൽ തുടക്കമായി. AC മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ്, കുന്നംകുളം നഗരസഭ വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതി അധ്യക്ഷ ആർഷ ജിജു, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PI സജിത, PS വിനയൻ, ഷീല ജോർജ്, KR മായ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് ഷംസീറ അഷ്റഫ്, MV പ്രശാന്തൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ നഗരം, കുന്നംകുളം, തൃപ്രയാർ എന്നിവിടങ്ങളിലെ വിവിധ വേദികളിലായാണ് മത്സരങ്ങൾ അരങ്ങേറുന്നത്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 1500 പ്രതിഭകളാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. 9-ന് കേരളോത്സവത്തിന് സമാപനമാകും. സമാപന സമ്മേളനം മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം ചെയ്യും. എല്ലാ പഞ്ചായത്തിലും 1-ൽ കൂടുതൽ ഗ്രൗണ്ടുകളുണ്ട്. സ്റ്റേഡിയം വന്നപ്പോൾ വാഴക്കോട് വളവിൽ തീപിടുത്തം. പൂട്ടിക്കിടന്നിരുന്ന ക്വാറിയിലെ ഷെഡുകളും ജലനിധി പൈപ്പുകളുടെ ശേഖരങ്ങളും കത്തിനശിച്ചു. ജലനിധിക്കായി കൊണ്ടുവന്ന പൈപ്പിനാണ് ആദ്യം തീ പടർന്നത്. തുടർന്ന് തീ ആളിക്കത്തിയതോടെ പ്രദേശം മുഴുവൻ കനത്ത പുക കൊണ്ട് നിറഞ്ഞു. വടക്കാഞ്ചേരി അഗ്നിശമന സേനയെത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. അമലാനഗറിൽ കഫേയിൽ തീപിടുത്തം. ചാവക്കാട് സ്വദേശി സുഹൈലിന്റെ ക്യാപിറ്റൽ BBQ പോയിന്റ് കഫേയിലാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. കാലിക്കറ്റ് സർവകലാശാല D-സോൺ കലോത്സവം പെരുമ്പിലാവ് അൻസാർ വുമൺസ് കോളേജിൽ തുടരുന്നു. 5 വേദികളിൽ 106 ഇനങ്ങളിലായാണ് മത്സരങ്ങൾ. സ്റ്റേജിതര മത്സരങ്ങൾ പൂർത്തിയായി. ജില്ലയിലെ 65 കോളേജുകളിൽ നിന്നുമായി 3000-ലധികം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നാളെ വൈകിട്ട് നടക്കും. കഴിഞ്ഞ വർഷം കലോത്സവത്തിൽ സംഘർഷമുണ്ടായ പശ്ചാത്തലത്തിൽ ഇത്തവണ കനത്ത പോലീസ് സുരക്ഷയിലാണ് കലോത്സവം നടക്കുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് കുറവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 190 രൂപയും പവന് 1520 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 13,965 രൂപയായി. 1,11,720 രൂപയാണ് 1 പവൻ സ്വർണത്തിന്റെ വില. കുന്നംകുളം പാറമ്പാടത്ത് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്ക്. സ്വകാര്യ ബസും ടൂറിസ്റ്റ് ബസും കാറും സ്കൂട്ടറുമാണ് കൂട്ടിയിടിച്ചത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല.
പെരുമ്പിലാവ് ഭാഗത്തുനിന്നും കുന്നംകുളത്തേക്ക് വരികയായിരുന്ന ടൂറിസ്റ്റ് ബസ് മുന്നിലുണ്ടായിരുന്ന സ്കൂട്ടറിൽ തട്ടാതിരിക്കാൻ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതാണ് അപകടത്തിന് കാരണമായതെന്ന് പറയുന്നു. ഇതോടെ പുറകിൽ വന്നിരുന്ന കാർ ടൂറിസ്റ്റ് ബസ്സിലിടിച്ചു. കാറിന് തൊട്ടു പിന്നാലെ എത്തിയ സ്വകാര്യ ബസ് കാറിലും ഇടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് റോഡിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. ചാഴൂർ ദുബൈ റോഡിന് സമീപം കാറുകൾ കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. ഇയാളെ തൃശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആലപ്പാട് ഭാഗത്തു നിന്ന് വന്ന കാർ നിയന്ത്രണം വിട്ട് എതിരെ വന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറുകളുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ജലസേചന വകുപ്പ് അധികൃതരുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി മതിലകം വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മതിലകം പള്ളിവളവ് മുതൽ മതിലകം സെന്റർ വാട്ടർ അതോറിറ്റി ഓഫീസ് വരെ ഒരു മാസമായി ദേശീയപാത റോഡ് പൊളിച്ചിട്ടിരിക്കുകയാണ്. വാട്ടർ അതോറിറ്റി പൈപ്പ് ഇടുന്നതിന്റെ ഭാഗമായി വെട്ടിപ്പൊളിച്ച ദേശീയപാത 66 പുനർനിർമ്മിക്കാതെ നിസ്സംഗത പാലിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തിയത്. പണി വേഗം പൂർത്തീകരിക്കാമെന്ന എഞ്ചിനീയറുടെ ഉറപ്പിൽ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. ബ്ലോക്ക് സെക്രട്ടറി PH നിയാസ്, റീമ കെ ഹമീദ്, അമൻ ഗഫൂർ, ആദിത് സജീവ്, SS അൽകേഷ്, TS ഷഫീഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ 4 പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു അറിയിച്ചു. മുരിയാട് കോൾ മേഖലയിലെ കോന്തിപ്പുലം പാലത്തിന് സമീപം സ്ഥിരം തടയണ നിർമ്മാണം ഉടൻ ആരംഭിക്കും. ക്രൈസ്റ്റ് കോളേജിലെ സിന്തറ്റിക് ട്രാക്കിന്റെ നിർമ്മാണോദ്ഘാടനം ഈ മാസം 10-ന് നടക്കും. കേരള ലാംഗ്വേജ് നെറ്റ്വർക്കിന്റെ ഉപകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം, സിവിൽ സർവീസ് അക്കാദമിയുടെ ജില്ലയിലെ ആദ്യത്തെ IAS കോച്ചിംഗ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം എന്നിവയും അന്നേ ദിവസം നടക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശ സമിതി ഏർപ്പെടുത്തിയ ആറാട്ടുപുഴ ശ്രീ ശാസ്താ പുരസ്കാരവും സന്തോഷ് സ്മൃതി പുരസ്കാരവും പ്രഖ്യാപിച്ചു. ആറാട്ടുപുഴ ശ്രീ ശാസ്താ പുരസ്കാരത്തിന് M രാജേന്ദ്രനും സന്തോഷ് സ്മൃതി പുരസ്കാരത്തിന് വയലൂർ വാര്യം ഉണ്ണികൃഷ്ണനും അർഹരായി. 41 വർഷമായി ആറാട്ടുപുഴ ക്ഷേത്രത്തിന്റെയും ആറാട്ടുപുഴ പൂരത്തിന്റെയും ഉന്നമനത്തിനു വേണ്ടി ദീർഘവീക്ഷണത്തോടെ നടത്തിവരുന്ന നിസ്വാർത്ഥ സേവനമാണ് രാജേന്ദ്രനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. 2000 മുതൽ 2016 വരെ തുടർച്ചയായി 17 വർഷം ആറാട്ടുപുഴ ക്ഷേത്രക്ഷേമ ഉപദേശക സമിതിയുടെ പ്രസിഡന്റായിരുന്നു രാജേന്ദ്രൻ. ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതിയുടെ 4ാമത് സന്തോഷ് സ്മൃതി പുരസ്കാരത്തിന് അർഹനായ വയലൂർ വാര്യം ഉണ്ണികൃഷ്ണൻ ഊരകത്തമ്മ തിരുവടി ക്ഷേത്രത്തിലെ പാരമ്പര്യ കഴകക്കാരനാണ്. 70 വർഷമായി ഊരകത്തമ്മ തിരുവടി ക്ഷേത്രത്തിനും ആറാട്ടുപുഴ പൂരത്തിനും നടത്തിവരുന്ന സേവനമാണ് ഇദ്ദേഹത്തെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. ആറാട്ടുപുഴ പൂരത്തിന്റെ കൊടിയേറ്റ ദിവസമായ മാർച്ച് 24-ന് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി പ്രകാരം തൃശൂർ കോർപ്പറേഷന് ലഭിച്ച 3836 അപേക്ഷകൾക്ക് കൌൺസിൽ അംഗീകാരം. മേയർ ഡോക്ടർ നിജി ജസ്റ്റിന്റെ അധ്യക്ഷതയിൽ വെള്ളിയാഴ്ച ഏക അജണ്ടയുമായി ചേർന്ന പ്രത്യേക കൌൺസിൽ യോഗമാണ് 3836 അപേക്ഷകൾ അംഗീകരിച്ചത്. പിന്നീട് ലഭിച്ച 36 അപേക്ഷകളിൽ നിയമാനുസൃതമായ പരിശോധനയ്ക്ക് ശേഷം അംഗീകാരം നൽകും. സേവന സോഫ്റ്റ്വെയർ മുഖേന ലഭിച്ച അപേക്ഷകളിൽ പേര്, ജനന തീയതി എന്നിവയുൾപ്പെടെയുള്ള വിവരങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച ശേഷമാണ് അംഗീകാര നടപടികൾ പൂർത്തിയാക്കിയത്. 35-നും 60-നും ഇടയിൽ പ്രായമുള്ള ട്രാൻസ് വുമൺ അടക്കമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം ഉറപ്പാക്കുന്നതിനാണ് പദ്ധതി.
മറ്റ് സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ആനുകൂല്യം ലഭിക്കാത്തവർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. വരും ദിവസങ്ങളിൽ കൂടുതൽ അപേക്ഷകൾ എത്തുന്ന മുറയ്ക്ക് നിയമപരമായ പരിശോധനകൾക്ക് ശേഷം അർഹരായ എല്ലാ അപേക്ഷകർക്കും അംഗീകാരം നൽകുമെന്നും മേയർ വ്യക്തമാക്കി. ഈ മാസം നടക്കുന്ന കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിന് LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 13 സീറ്റുകളിലേക്കാണ് ഈ മാസം 22-ന് തെരഞ്ഞെടുപ്പ്. 5 വർഷങ്ങൾക്ക് ശേഷമാണ് ബാങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. UDF തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിരിക്കുകയാണ്. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി RL ജീവൻലാൽ, TK ജയാനന്ദൻ, RL ശ്രീലാൽ, PK വത്സലൻ, VS സജി, AC സനീഷ്, MR അജിത്, അശോകൻ കുനിയത്ത്, CM സാനി, KD ദാമോദരൻ നമ്പൂതിരി, ശ്രീമ രാജീവ്, KK ബാലൻ, മനോജ് പുളിയത്ത് പറമ്പിൽ, അഡ്വക്കേറ്റ് സുജില നിതീഷ്, PC രഘു എന്നിവരാണ് നാമനിർദ്ദേശം നൽകിയ LDF സ്ഥാനാർത്ഥികൾ. കൊടകര ചെറുവത്തൂർ കർഷക സമിതിയുടെ 50-ാം വാർഷികാഘോഷം ചെറുവത്തൂർ ചിറ പരിസരത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തൂർ കർഷക സമിതി പ്രസിഡന്റ് KD ജോബി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രനീല ഗിരീശൻ, വാർഡംഗങ്ങളായ സുമി ബിജു, വിദ്യ സുനിൽകുമാർ, കൺവീനർ ഷാജൻ എന്നിവർ സംസാരിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് സ്വീകരണം നൽകുന്നതിന് UDF ഗുരുവായൂർ നിയോജക മണ്ഡലം തല സംഘാടക സമിതി രൂപീകരിച്ചു. KPCC ജനറൽ സെക്രട്ടറി O അബ്ദുറഹ്മാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് RP ബഷീർ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ്, KD വീരമണി, TS അജിത് തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളക്കെതിരെ 3 പീടിക സെന്ററിൽ സംഘടിപ്പിച്ച രാപ്പകൽ സമരം KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് KA അഫ്സൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി സലീം കയ്പമംഗലം, DCC ജനറൽ സെക്രട്ടറിമാരായ CS രവീന്ദ്രൻ, KF ഡൊമിനിക്, TM നാസർ എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ അനാവശ്യമായി നിയമസഭയിൽ പരാമർശിച്ച NK അക്ബർ MLAയുടെ നിലപാട് പ്രതിഷേധാർഹമാണെന്ന് BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ. പാതയുടെ വികസനത്തിന് കേന്ദ്ര സർക്കാർ ബോധപൂർവം കാലതാമസം ഉണ്ടാക്കിയതായും സുരേഷ് ഗോപി മറുപടി നൽകണമെന്നുമായിരുന്നു MLA പറഞ്ഞത്. ഇത്രയും കാലം ഇടതുപക്ഷ മുന്നണി MPമാരും MLAമാരും ഈ വിഷയത്തിൽ എന്തു ചെയ്യുകയായിരുന്നുവെന്ന് നിവേദിത ചോദിച്ചു. ദേശീയപാത നിർമ്മാണത്തിനായി കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് കനോലി കനാലിൽ നടത്തിവന്ന മണൽ ഖനനം അവസാനിപ്പിച്ചു. മണലെടുക്കുന്ന യന്ത്രസാമഗ്രികൾ 48 മണിക്കൂറിനകം നീക്കം ചെയ്യാനും നിലവിൽ കരയിൽ സംഭരിച്ചിട്ടുള്ള മണൽ നീക്കം ചെയ്യാൻ കരാർ കമ്പനിക്ക് സാവകാശം നൽകാനും ധാരണയായി. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരന്റെ സാന്നിധ്യത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് മണലെടുപ്പ് നിർത്താൻ തീരുമാനമായത്. പുല്ലൂറ്റ് മഞ്ഞന പള്ളിക്ക് സമീപം കനോലി കനാലിലെ മണൽ ഖനനം ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതിനെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. അനിയന്ത്രിതമായ മണലെടുപ്പ് മൂലം പുഴയിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊന്തുന്നതും ശുദ്ധജല സ്രോതസ്സുകളിൽ ഉപ്പ് കയറുന്നതുൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു. വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കലും പുഴയോരം ഇടിയലും പതിവായതോടെയാണ് നാട്ടുകാർ രംഗത്തെത്തിയത്. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ചേർന്ന് മണലെടുപ്പ് തടയുകയായിരുന്നു. താന്യം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റായി ആന്റോ തൊറയൻ ചുമതലയേറ്റു. DCC ജനറൽ സെക്രട്ടറി NS അയൂബ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മുൻ പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് ട്രഷറർ VK പ്രദീപ്, വൈസ് പ്രസിഡന്റുമാരായ VK സുശീലൻ, രാമൻ നമ്പൂതിരി തുടങ്ങിയവർ പങ്കെടുത്തു.
CPM ആളൂർ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ജോസ് മാഞ്ഞൂരാൻ പാർട്ടി വിട്ട് കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായി ഇരിങ്ങാലക്കുടയിൽ അറിയിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ച ജോസ് മാഞ്ഞൂരാൻ 9 വർഷം CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയായും കേരള കർഷക സംഘത്തിന്റെ മേഖലാ കൺവീനറായും പ്രവർത്തിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ ഇപ്പോഴത്തെ ശൈലിയിലും എടുക്കുന്ന പല തീരുമാനങ്ങളിലുള്ള വിയോജിപ്പ് മൂലമാണ് കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചതെന്ന് ജോസ് മാഞ്ഞൂരാൻ വ്യക്തമാക്കി. നേരത്തെ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന ജോസ് മാഞ്ഞൂരാൻ 20 വർഷം മുൻപാണ് CPMൽ ചേർന്നത്. പ്രാദേശിക കോൺഗ്രസ് നേതാക്കളായ ബാബു തോമസ്, സുബി കെ സെബാസ്റ്റ്യൻ, അബ്ദുൾ സത്താർ, അഡ്വക്കേറ്റ് പോളി മൂഞ്ഞലി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വിദേശ വനിത പെപ്പിദ സേത്തിന് ഇന്ത്യൻ പൌരത്വം. തൃശൂരിൽ താമസിക്കുന്ന പെപ്പിദ സേത്ത് ഇനി സ്വന്തം നാടായ ബ്രിട്ടനിലേക്ക് മടങ്ങില്ല. കേരളത്തെ സ്നേഹിച്ച പെപ്പിദ സേത്ത് 27-ാം വയസ്സിലാണ് ഇന്ത്യയിലെത്തിയത്. മദപ്പാടിലുള്ള ഗുരുവായൂർ കേശവന്റെ അപൂർവ ചിത്രം പകർത്തിയത് പെപ്പിദ സേത്തായിരുന്നു. പെപ്പിദ സേത്തിനെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. കളക്ടറേറ്റിൽ നടന്ന ചടങ്ങിൽ കളക്ടർ ഇന്ത്യൻ പൌരത്വം പെപ്പിദ സേത്തിന് കൈമാറി. INTUCക്ക് കീഴിലുള്ള നിർമ്മാണ തയ്യൽ തൊഴിലാളി സംഘടനയുടെ കൊടകര മണ്ഡലം സമ്മേളനം സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ബിനു ജി നായർ അധ്യക്ഷത വഹിച്ചു. കൊടകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രനീല ഗിരീശൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മിനി ദാസൻ, വിനയൻ തോട്ടാപ്പള്ളി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജസ്റ്റിൻ ഡൊമനിക്, വാർഡ് മെമ്പർ ബിജി ഡേവിസ്, ചാലക്കുടി നഗരസഭാ കൌൺസിലർ ബിജു എസ് ചിറയത്ത്, PK അരുൺകുമാർ എന്നിവർ സംസാരിച്ചു. വെസ്റ്റ് ഫോർട്ട് NSS ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ വാർഷികം ആഘോഷിച്ചു. NSS തൃശൂർ താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് ഗംഗാധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് പ്രസൂൺ ബാനർജി അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഗിരിജ, അഡ്വക്കേറ്റ് TG ജയകുമാർ എന്നിവർ സംസാരിച്ചു. അങ്ങനെയെങ്കിൽ അങ്ങനെ ഞാൻ തന്നെ നിന്റെ വീട്ടിൽ വന്ന് സംസാരിക്കാം. എന്ന് നിന്നപ്പോളാ നിങ്ങളെ കണ്ടത്. ബഹിരാകാശ ഗവേഷണ മാതൃകയിൽ റോവർ നിർമ്മാണം ഉൾപ്പെടെ അടുത്തറിയുന്ന ലിറ്റിൽ കൈറ്റ്സ് ദ്വിദിന ജില്ലാ ക്യാമ്പ് ശനി ഞായർ ദിവസങ്ങളിൽ തൃശൂർ SHCGHSSൽ നടക്കും. ക്യാമ്പിൽ ശനിയാഴ്ച രാവിലെ 10-ന് കൈറ്റ് CEO K അൻവർ സാദത്ത് കുട്ടികളുമായി സംവദിക്കും. ലിറ്റിൽ കൈറ്റ്സ് പദ്ധതിയിലെ വിവിധ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി സബ് ജില്ലാ ക്യാമ്പുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 100 കുട്ടികൾക്കാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിൽ അധ്യാപകരുടെ യാത്രയപ്പും 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ വിടവാങ്ങൽ ചടങ്ങും നടന്നു. പൂർവ്വ വിദ്യാർത്ഥിയും മുൻ സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ മികച്ച വിജയങ്ങൾ നേടിയ അളക പ്രകാശ് ബാബു മുഖ്യാതിഥിയായിരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത 3 ഇനങ്ങളിലും A ഗ്രേഡ് കരസ്ഥമാക്കിയ കുമ്പളങ്ങാട് സ്വദേശി പ്രജ്വലിനെ ആദരിച്ചു. ഉമ്മർ ഹാജി, മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി എന്നിവർ ആദരത്തിന് നേതൃത്വം നൽകി. ഹൈസ്കൂൾ വിഭാഗം ആൺകുട്ടികളുടെ കുച്ചിപ്പുടി, ഭരതനാട്യം, നാടോടി നൃത്തം എന്നീ 3 ഇനങ്ങളിലും A ഗ്രേഡ് കരസ്ഥമാക്കിയിരുന്നു. വടക്കാഞ്ചേരി കുമ്പളങ്ങാട് മലമൽ പട്ടിള വീട്ടിൽ സുനിൽ സന്ധ്യ ദമ്പതികളുടെ മകനാണ്. ക്യാഷ് അവാർഡും കൊടുക്കുന്നുണ്ട് കേട്ടോ. ദുബായ് ഫർണിച്ചറിന്റെ വകയുള്ള ക്യാഷ് അവാർഡും പ്രോജന്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ ചിത്രം വരച്ച് കോമഡി താരവും തൃശൂർ മിഷൻ ക്വാർട്ടേഴ്സ് സെന്റ് ജോസഫ് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ അധ്യാപകനുമായ സുധീഷ് അഞ്ചേരി കളക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ വിദ്യാർത്ഥികളുടെ സാന്നിധ്യത്തിൽ ഫോട്ടോ കളക്ടർക്ക് കൈമാറി. പെരിങ്ങോട്ടുകര ഞാറ്റുവെട്ടി കല്ലട ഭഗവതി ക്ഷേത്രത്തിലെ ഉച്ചാൽ മഹോത്സവത്തിന്റെ കൊടിയേറ്റം നടന്നു. ക്ഷേത്രം തന്ത്രി പ്രകാശൻ കൊടിയേറ്റ് നടത്തി. മേൽശാന്തി ഷിബു സഹകാർമ്മികനായി.
ജനകീയ ആസൂത്രണത്തിന്റെ ഭാഗമായി വാർഷിക പദ്ധതിയുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ചർച്ച ചെയ്യുന്നതിന് എളവള്ളി പഞ്ചായത്ത് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശോകൻ മൂക്കോല, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PG സുബിദാസ്, ജനപ്രതിനിധികളായ NB ജയ, സനിൽ കുന്നത്തുള്ളി, ചിത്ര രതീഷ്, ആഷിഖ് വലിയകത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കളഞ്ഞുകിട്ടിയ പേഴ്സ് ഉടമയ്ക്ക് തിരികെ നൽകിയ വിദ്യാർത്ഥിനി ഇവ ഏഞ്ചലിനെ എരുമപ്പെട്ടി പഞ്ചായത്ത് 1-ാം വാർഡ് ഗ്രാമസഭയിൽ അനുമോദിച്ചു. വെള്ളത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാമിയ സ്കൂളിലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇവ. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് പൊന്നാട അണിയിച്ച് ഉപഹാരം നൽകി. വാർഡ് മെമ്പർ K ഗോവിന്ദൻകുട്ടി, ഓവർസിയർ കൃഷ്ണേന്ദു, CG ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. നെഹ്റു സ്കൂൾ ഓഫ് മാനേജ്മെന്റിൽ ത്രിദിന അഖിലേന്ത്യാ മാനേജ്മെന്റ് ഫെസ്റ്റിന് തുടക്കമായി. വയലിനിസ്റ്റും ചിത്രകാരിയുമായ S കൺമണി ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ഡോക്ടർ P കൃഷ്ണദാസ് അധ്യക്ഷനായി. വിവിധ യൂണിവേഴ്സിറ്റികളുടെ കീഴിലുള്ള 50-ൽ പരം കോളേജുകളിൽ നിന്നായി 700-ൽ അധികം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. നാട്ടിക, താണശ്ശേരി, വെൽവെട്ടിക്കാവ്, തട്ടുപറമ്പിൽ, മാറാട്ട്, വേട്ടുവന്ത്ര ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറി. പൂജകൾക്ക് ശേഷം ക്ഷേത്ര പ്രസിഡന്റ് ഷൈൻ സുരേന്ദ്രനാഥ് കൊടിയേറ്റ് നിർവഹിച്ചു. ശാന്തിമാരായ അരുൺ, അമൽ എന്നിവർ മുഖ്യ കാർമ്മികരായി. ക്ഷേത്രം സെക്രട്ടറി അഭിലാഷ് തട്ടുപറമ്പിൽ, ട്രഷറർ മിനി കൃഷ്ണകുമാർ, വൈസ് പ്രസിഡന്റ് ജ്യോതി തട്ടുപറമ്പിൽ, ജോയിന്റ് സെക്രട്ടറി വിജയരാഘവൻ തട്ടുപറമ്പിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നാട്ടികയിൽ അഖിലേന്ത്യാ കിസാൻ സഭ വനിതാ കാർഷിക സമിതി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിഷു ആഘോഷത്തിനുള്ള കണി വെള്ളരി കൃഷി ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ് ഉദ്ഘാടനം നിർവഹിച്ചു. അഖിലേന്ത്യാ കിസാൻ സഭ തൃശൂർ ജില്ലാ സെക്രട്ടറി KK രാജേന്ദ്രബാബു, ജില്ലാ പ്രസിഡന്റ് MV സുരേഷ്, വനിതാ കാർഷിക സമിതി ട്രഷറർ ജെന്നി, നാട്ടിക ലോക്കൽ സെക്രട്ടറി CS മണി തുടങ്ങിയവർ പങ്കെടുത്തു. വിഷു വിപണി ലക്ഷ്യമിട്ട് ഗുരുവായൂർ തൈക്കാട് ഫാർമേഴ്സ് ക്ലബ്ബ് ജൈവ വെള്ളരി കൃഷിക്ക് തുടക്കം കുറിച്ചു. നഗരസഭാ ഉപാധ്യക്ഷൻ KK ജ്യോതിരാജ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് സെക്രട്ടറി KS മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ പ്രിയ രാജേന്ദ്രൻ, PK മഹിജ തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേത്രത്തിലെ പൂരം നാളെ ആഘോഷിക്കും. ഇന്ന് വൈകിട്ട് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വേലവരവ് തുടങ്ങും. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിപ്പ് തുടങ്ങും. കൊമ്പൻ അക്കിക്കാവ് കാർത്തികേയൻ ദേവിയുടെ തിടമ്പേറ്റും. വൈകിട്ട് വെള്ളുത്തിരുത്തി ഉണ്ണിനായരുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളത്തോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് ആരംഭിക്കും. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 21 ആനകൾ അണിനിരക്കും. മികച്ച അധ്യാപകനുള്ള അംബേദ്കർ സ്മൃതി പുരസ്കാരം ലഭിച്ച വലപ്പാട് GDM LP സ്കൂളിലെ CK ബിജോയ് അവാർഡ് തുകയായ 10,000 രൂപ വിദ്യാലയം നടത്തിവരുന്ന ഭരണഘടനാ സാക്ഷരതാ പ്രവർത്തനങ്ങൾക്ക് നൽകി. വലപ്പാട് AEO KV അമ്പിളി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം BPC TV ചിത്രകുമാർ അധ്യക്ഷത വഹിച്ചു. സീനിയർ അസിസ്റ്റന്റ് CB സുനിത, PTA പ്രസിഡന്റ് ഷാനു, CB സീജ തുടങ്ങിയവർ സംസാരിച്ചു. ഇതിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള നമ്മുടെ ക്ലാസ് മുറികളിലെ 1000 രൂപ കഴിഞ്ഞ വർഷം ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,090, പവന് 1,12,720.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. UDF-നെയും കോൺഗ്രസിനെയും സുനിൽ കനകോലുവിന് പണയം വെച്ചിരിക്കുകയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ദൈവങ്ങളെല്ലാം LDF-ന്റെ ഭാഗത്താണെന്നും ബിനോയ് വിശ്വം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി മറുപടി പറഞ്ഞതോടുകൂടി പ്രതിപക്ഷത്തിന്റെ എല്ലാ ആരോപണങ്ങളും വീണുടഞ്ഞിരിക്കുകയാണെന്ന് മന്ത്രി MB രാജേഷ്. മയക്കുമരുന്ന് മാഫിയയെ ഉരുക്കുമുഷ്ടി കൊണ്ട് അടിച്ചമർത്തുമെന്നും മന്ത്രി. BJP ദേശീയ അധ്യക്ഷൻ നാളെ തൃശൂരിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക അടുത്ത ആഴ്ചയെന്ന സൂചന. അഴീക്കോട് മുനക്കൽ ബീച്ചിൽ നിന്നും പ്രദർശന സാമഗ്രികളുമായി പോയ ലോറികൾ തട്ടി വൈദ്യുതി വിതരണം തകരാറിലായി. മുനക്കൽ ബീച്ച് വെസ്റ്റിൽ പ്രദർശനത്തിനുണ്ടായിരുന്ന അക്വാഷോയുടെ സാധനങ്ങൾ കൊണ്ടുപോയ ലോറികൾ തട്ടിയാണ് വൈദ്യുതി കേബിളുകൾ പൊട്ടിയത്. ജില്ലാ കേരളോത്സവത്തിന് തുടക്കമായി 4 ദിവസങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് 1500-ലധികം മത്സരാർത്ഥികൾ. വാഴക്കോട് പൂട്ടിക്കിടന്നിരുന്ന ക്വാറിയിലെ ഷെഡുകളും ജലനിധി പൈപ്പുകളുടെ ശേഖരങ്ങളും കത്തിനശിച്ചു. അമലയിൽ കഫേയിൽ തീപിടുത്തം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.